എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്പോൾ ഓൺലൈൻ എക്സാമിൽ 2023 SSLC മെയിൻ എക്സാമിനേഷന് നടന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തോട് അനുബന്ധിച്ച് ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കപ്പെട്ട മുഗൾ വംശജൻ ആരായിരുന്നു? ആൻസർ സി, ബഹദൂർ ഷാ രണ്ടാമൻ. അപ്പോൾ നമ്മൾ ഒരു 150ഓളം ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നോക്കി പഠിക്കുക. ഇംഗ്ലീഷ് മലയാളം എന്നുള്ള പാർട്ടിൽ നിന്നുള്ള ഒരു 110ഓളം ക്വസ്റ്റ്യൻ പേപ്പറും ഉണ്ട്. അതെല്ലാം നിങ്ങൾ പ്ലേലിസ്റ്റിൽ പോയാൽ നിങ്ങൾക്ക് അതെല്ലാം കിട്ടുന്നതാണ്. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇനിയും ആവശ്യമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കാരണം നിങ്ങളുടെ ഓരോ കമൻറ്റുമാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്കുള്ള പ്രചോദനം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യക്കാരൻ ആരായിരുന്നു? ആൻസർ ഡി, ദാദാഭായി നവറോജി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കുന്നതിന് ചേർന്ന ഭരണഘടനാ കൺവെൻഷന് നേതൃത്വം നൽകിയത് ആര്? ആൻസർ എ, ജെയിംസ് മാഡിസൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രക്തരൂക്ഷിതമായ ഞായറാഴ്ച ഏത് രാജ്യത്തിലെ സമരങ്ങളുമായി ബന്ധപ്പെട്ടതായിരുന്നു? ആൻസർ ഡി, റഷ്യ. 2021 ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി അത്ലറ്റിക്സിൽ ആദ്യ സ്വർണം നേടിയത് നീരജ് ചോപ്ര ഏത് സംസ്ഥാനക്കാരനാണ്? ആൻസർ ഡി, ഹരിയാന. ഭൗമഘടനയിൽ മോഹോ വിച്ഛിന്നതയെ സംബന്ധിച്ച് ചുവടെ നൽകിയിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? ഭൂമിയുടെ പുറംപാളിയായ ഭൂവൽക്കത്തെ മാൻഡിലിൽ നിന്നും വേർതിരിക്കുന്നു. മോഹോ വിച്ഛിന്നയിൽ തുടങ്ങി 2900 കിലോമീറ്റർ ആഴം വരെ മാൻഡിൽ വ്യാപിച്ചിരിക്കുന്നു. ശിലാമണ്ഡലത്തിന് തൊട്ടുതാഴെ അർദ്ധ ദ്രവാവസ്ഥയിൽ കാണുന്ന ഭാഗമാണ് മോഹോ വിച്ഛിന്നത. ശിലാദ്രവത്തിന്റെ പ്രഭവ മണ്ഡലമാണ് മോഹോ വിച്ഛിന്നത. ഏതാണ് ആൻസർ? 1ഉം 2ഉം ആണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഏത് നദിയാണ് വടക്ക് പടിഞ്ഞാറ് ദിശയ്ക്ക് ലഡാക്ക്, സസ്കർ എന്നീ മലനിരകൾക്കിലൂടെ ഇടയിലൂടെ ഒഴുകുന്നത്? ആൻസർ ഡി, സിന്ധു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തിരുവനന്തപുരത്ത് ഭൗമോപരിതലത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു തെർമോമീറ്ററിൽ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് അന്തരീക്ഷ ഊഷ്മാവ് 25 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തുന്നുവെങ്കിൽ ക്രമമായ താപനഷ്ട നിരക്ക് അനുസരിച്ച് നേരെ 165 മീറ്റർ ഉയരത്തിൽ അന്തരീക്ഷ ഊഷ്മാവ് എത്രയായിരിക്കും? ആൻസർ സി, 24 ഡിഗ്രി സെൽഷ്യസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ അച്ചൻകോവിൽ എന്ന ഏത് ജൈവ മണ്ഡല സംരക്ഷിത മേഖലയിൽ ഉൾപ്പെടുന്നു? ആൻസർ ഡി, അഗസ്ത്യ മല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആദ്യ ഗ്രീൻ ഹൈഡ്രജൻ മൊബിലിറ്റി പദ്ധതി നടപ്പിലാക്കുന്നതിന് NTPC യുമായി കരാർ ഒപ്പിട്ട സംസ്ഥാനം അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ആൻസർ ബി, ലഡാക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇന്ത്യയിൽ പ്ലാനിംഗ് കമ്മീഷൻ സ്ഥാപിതമായത് 1950-ലാണ്. പ്ലാനിംഗ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. പ്ലാനിംഗ് കമ്മീഷൻ ഒരു ഉപദേശക സമിതിയാണ്. പ്ലാനിംഗ് കമ്മീഷന് പകരം നീതി ആയോഗ് എന്ന സ്ഥാപനം നിലവിൽ വന്നത് 2018-ലാണ്. ആൻസർ എന്താണ്? 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർക്കുക. ഹരിത വിപ്ലവം, ധവള വിപ്ലവം, നീല വിപ്ലവം, മഞ്ഞ വിപ്ലവം, സുവർണ വിപ്ലവം. എങ്ങനെയാണ്? ഹരിത വിപ്ലവം എന്നുള്ളത് ഭക്ഷ്യ ഉൽപാദനം എന്നുള്ളതാണ്. നെക്സ്റ്റ്, ധവള വിപ്ലവം എന്നുള്ളതോ? ധവളം പാലുൽപാദനമാണ് കേട്ടോ. പിന്നെ നീല വിപ്ലവം മത്സ്യ ഉൽപാദനം. മഞ്ഞ വിപ്ലവം, മഞ്ഞ ഏതാണ്? എണ്ണക്കുരു ഉൽപാദനം. സുവർണ വിപ്ലവം പഴം പച്ചക്കറി ഉൽപാദനം. അപ്പൊ ഡി എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2011 സെൻസസ് റിപ്പോർട്ട് അനുസരിച്ച് സ്ത്രീ പുരുഷ അനുപാതത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളെ അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളെ ക്രമപ്പെടുത്തുക. ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, പുതുച്ചേരി, കേരളം, ഛത്തീസ്ഗഡ്. എങ്ങനെയാണ്? ആദ്യം കേരളം ആണ്, പിന്നെ ഏതാണ്? പുതുച്ചേരി, പിന്നെ തമിഴ്നാട്, പിന്നെ ആന്ധ്രാപ്രദേശ്, പിന്നെയാണ് ഛത്തീസ്ഗഡ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ?
റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ എന്ന് പറയുമ്പോൾ ശ്രീ സഞ്ജയ് മൽഹോത്രയാണ് കേട്ടോ. അത് ഡിസംബറിലാണ് അദ്ദേഹം ചുമതലയേറ്റത് 2024. അപ്പൊ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് ശക്തികാന്ത ദാസ് ആണ്, പക്ഷെ അത് മാറി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ ഏതെല്ലാം? സാമ്പത്തിക വളർച്ച, സ്വാശ്രയത്വം, ആധുനികവൽക്കരണം, കയറ്റുമതി. ആൻസർ എ ആണ് 1, 2, 3. സാമ്പത്തിക വളർച്ച, സ്വാശ്രയത്വം, ആധുനികവൽക്കരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ജനാധിപത്യേതര ഗവൺമെന്റ് എന്നാൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളുടെ ഭരണം. ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും അവകാശങ്ങളും പരിമിതമാണ്. ഭരണാധികാരികളും നിയമത്തിന് വിധേയരായി പ്രവർത്തിക്കുന്നു. ഭരണാധികാരികൾ നിയമത്തിന് അതീതമായി പ്രവർത്തിക്കുന്നു. ആൻസർ എന്താണ്? 2ഉം 4ഉം ആണ് വരിക. ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും അവകാശവും പരിമിതമാണ് എന്നുള്ളതും ഭരണാധികാരികൾ നിയമത്തിന് അതീതമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതുമാണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഇന്ത്യൻ നിയമനിർമ്മാണ വിഭാഗം എന്നാൽ രാഷ്ട്രപതി, രാജ്യസഭ, ലോക്സഭ എന്നിവ ഉൾപ്പെടുന്നു. ഇന്ത്യയിൽ കാര്യനിർവഹണ വിഭാഗം എന്നാൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിസഭ, ഉദ്യോഗസ്ഥ വൃന്ദം എന്നിവ ഉൾപ്പെടുന്നു. ഇന്ത്യയിൽ നിയമനിർമ്മാണ വിഭാഗം എന്നാൽ രാജ്യസഭ, ലോക്സഭ എന്നിവ ഉൾപ്പെടുന്നു. ഇന്ത്യയിൽ കാര്യനിർവഹണ വിഭാഗം എന്നാൽ രാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിസഭ എന്നിവ ഉൾപ്പെടുന്നു. ഏതാണ് ശരിയായിട്ടുള്ളത്? 1ഉം 2ഉം ആണ് ശരിയായിട്ടുള്ളത്. അതായത് നിയമനിർമ്മാണ വിഭാഗം എന്നാൽ രാജ്യസഭയും ലോകസഭയും രാഷ്ട്രപതിയും. പിന്നെ എന്താണ് കാര്യനിർവഹണ വിഭാഗം എന്നാൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിസഭ, ഉദ്യോഗസ്ഥ വൃന്ദം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നിർബന്ധമായും പാലിക്കേണ്ട ഘട്ടങ്ങൾ ക്രമപ്പെടുത്തുക. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന, നാമനിർദ്ദേശ പത്രിക പിൻവലിക്കൽ, തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കൽ, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ. ആൻസർ എന്താണ് വരിക? ക്രമപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഏതാണ്? തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കലാണ് ആദ്യം ചെയ്യേണ്ടത്. പിന്നെ എന്താണ്? നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കല്. പിന്നെയോ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന, പിന്നെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളിൽ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്നതിൽ ഉൾപ്പെടുന്നത് ഏവയെന്ന് കണ്ടെത്തുക. സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ, സംഘടനകൾ രൂപീകരിക്കുവാനുള്ള അവകാശം, അന്യമായ അറസ്റ്റിൽ നിന്നും സംരക്ഷണം, അന്യായമായ അറസ്റ്റിൽ നിന്നും സംരക്ഷണം, സ്വതന്ത്രമായി ഏതു മതത്തിലും വിശ്വസിക്കുന്നതിനുള്ള അവകാശം. ഏതാണ്? 2ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. സംഘടനകൾ രൂപീകരിക്കാനുള്ള അവകാശവും പിന്നെന്താണ് അന്യായമായ അറസ്റ്റിൽ നിന്നും സംരക്ഷണവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന വസ്തുതകളിൽ ശരിയായത് ഏവയെന്ന് കണ്ടെത്തുക. 395 അനുച്ഛേദങ്ങൾ, 8 പട്ടികകൾ, 103 ഭരണഘടനാ ഭേദഗതികൾ 2021 സെപ്റ്റംബർ വരെ, 22 ഭാഗങ്ങൾ. അതിലേതാണ്? 1ഉം 4ഉം ആണ് ശരിയായിട്ടുള്ളത്. 395 അനുച്ഛേദങ്ങളും 22 ഭാഗങ്ങളും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശരിയായ പ്രസ്താവന ഏതെന്ന് കണ്ടെത്തുക. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. സംസ്ഥാന മുഖ്യമന്ത്രിയാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ. സംസ്ഥാന ധനകാര്യമന്ത്രി കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അംഗമാണ്. സംസ്ഥാന റവന്യൂ മന്ത്രി കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അംഗമാണ്. ഏതാണ് ശരിയായിട്ടുള്ളത്? 2ഉം 4ഉം ആണ് ശരിയായിട്ടുള്ളത്. സംസ്ഥാന മുഖ്യമന്ത്രിയാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ എന്നുള്ളതും പിന്നെ എന്താണ് സംസ്ഥാന റവന്യൂ മന്ത്രി കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അംഗമാണ് എന്നുള്ളതും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശരിയായ പ്രസ്താവന ഏതെന്ന് വ്യക്തമാക്കുക. ശ്രേണിപരമായ സംഘാടനവും രാഷ്ട്രീയ നിഷ്പക്ഷതയും ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷതകളിൽ പെടുന്നു. കൂട്ടുത്തരവാദിത്വവും വൈദഗ്ധ്യവും ഉദ്യോഗസ്ഥ വൃന്ദത്തെ കാര്യക്ഷമമാക്കുന്നതിന് സഹായിക്കുന്നു. ആൻസർ എന്താണ്? ഒന്നാണ് അല്ലെ? ശ്രേണിപരമായ സംഘടനവും
സംഘാടനവും രാഷ്ട്രീയ നിഷ്പക്ഷതയും ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷതകളിൽ പെടുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിവരാവകാശ നിയമം 2005 പ്രകാരം വെളിപ്പെടുത്തുവാൻ കഴിയുന്ന പൊതുവിവരത്തിൽ പെടുന്ന കാര്യങ്ങൾ ഏവയെന്ന് കണ്ടെത്തുക. ഫയലുകൾ, കോടതി പരിഗണനയുള്ളവ, രാജ്യസുരക്ഷയെയും അഖണ്ഡതയെയും ബാധിക്കുന്ന വിവരങ്ങൾ, ലോഗ് ബുക്ക്. ആൻസർ എന്താണ് വരിക? 1 ഉം 4 ആണ്. ഫയലുകളും ലോഗ് ബുക്കുമാണ് പൊതു വിവരത്തിൽ പെടുത്തുന്ന കാര്യങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹരിത കേരള മിഷൻ ഊന്നൽ നൽകാത്ത മേഖല ഏതെന്ന് കണ്ടെത്തുക. ആൻസർ സി, വനവൽക്കരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദഹനരസത്തിൽ രാസാഗ്നികൾ ഒന്നും ഇല്ലാത്ത ദഹന ഗ്രന്ഥി. ആൻസർ എ, കരൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം. ആൻസർ ബി, ടെറ്റനി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എലിപ്പനിക്ക് കാരണമായ രോഗകാരി. ആൻസർ സി, ലെപ്റ്റോസ്പൈറ. എംഫസിമ എന്ന രോഗത്തിന് കാരണം. ആൻസർ ഡി, പുകവലി. 4ാമത് ഇന്തോ US ഹെൽത്ത് ഡയലോഗിന് വേദിയാകുന്ന ഇന്ത്യൻ നഗരം. അത് അന്നത്തെ കറണ്ട് അഫയേഴ്സിൽ വന്നതാണ്, ന്യൂഡൽഹി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ഗോളീയ ദർപ്പണത്തിന്റെ വക്രത ആരം 30 സെന്റിമീറ്റർ ആണ്. ഈ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം കണക്കാക്കുക. ആൻസർ എന്താണ് വരിക? ഫോക്കസ് ദൂരം പകുതിയാണ് വരിക അല്ലെ, 15 സെന്റിമീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തുലന സ്ഥാനത്തു നിന്നും ഒരു കണികയ്ക്ക് ഉണ്ടാകുന്ന ഏറ്റവും കൂടിയ സ്ഥാനാന്തരമാണ് എന്താണ് പറയുക? അതിന് ആയതി എന്നാണ് പറയുക. ഒരു ദിവസത്തെ ശരാശരി അന്തരീക്ഷ താപനില 35 ഡിഗ്രി സെന്റിഗ്രേഡ് ആണെങ്കിൽ ഫാരൻഹീറ്റ് സ്കെയിലിൽ ഈ താപനില എത്രയായിരിക്കും? ആൻസർ എന്താ പറയുക? 95 ഡിഗ്രി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഉരുളക്കിഴങ്ങ് കൃഷിക്ക് അനുയോജ്യമായ മണ്ണിന്റെ pH മൂല്യം എത്ര? ആൻസർ സി, 5. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആവർത്തന പട്ടികയിലെ കൃത്യമായ സ്ഥാനം നിർണയിക്കാത്ത മൂലകം ഏത്? ആൻസർ ബി, ഹൈഡ്രജൻ. താഴെ പറയുന്ന ഏത് രാസവസ്തുവിനെ നിർജ്ജലീകരിക്കാനാണ് സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കാത്തത് എന്നാണ് കേട്ടോ. ആൻസർ സി, അമോണിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതിൽ ഏത് കായിക താരമാണ് ഗോൾഡൻ സ്ലാം കരസ്ഥമാക്കിയത്? ആൻസർ സി, സ്റ്റെഫി ഗ്രാഫ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യമായി ഒളിമ്പിക് വ്യക്തിഗത മെഡൽ നേടിയ കായിക താരം. ആൻസർ ഡി, KD ജാദവ്. ഇതിൽ ജ്ഞാനപീഠം അവാർഡ് നേടാത്തത് ആര്? ആൻസർ എ, വയലാർ രാമവർമ്മ. ഭാരതരത്ന അവാർഡ് കിട്ടിയ കായിക താരം. ആൻസർ ബി, സച്ചിൻ ടെണ്ടുൽക്കർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2021 ICC T20 പുരുഷ ലോകകപ്പ് ക്രിക്കറ്റ് നടന്ന സ്ഥലം. ആൻസർ സി, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആൻഡ് ഒമാൻ. ടോക്കിയോ 2020 ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ രാജ്യം. ആൻസർ ഡി, അമേരിക്ക. താഴെ പറയുന്നവയിൽ സെർച്ച് എഞ്ചിൻ ഏതാണ്? ആൻസർ സി, ഗൂഗിൾ. ബൂട്ടപ്പ് പ്രോഗ്രാം സൂക്ഷിച്ചു വെക്കുന്ന കമ്പ്യൂട്ടർ മെമ്മറി. റീഡ് ഓൺലി മെമ്മറി. റോം അല്ലെ, റീഡ് ഓൺലി മെമ്മറി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ ബി, ലാംഗ്വേജ് പ്രോസസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു വ്യക്തിയുടെ യൂസർ നെയിമുകളും പാസ്വേഡുകളും ക്രെഡിറ്റ് കാർഡ് വിവരങ്ങളുമെല്ലാം വ്യാജ വെബ്സൈറ്റ് മുഖേന മോഷ്ടിച്ചെടുക്കുന്ന രീതിക്ക് പറയുന്ന പേര്. ആൻസർ സി, ഫിഷിംഗ്. താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമപ്രകാരം വിവരം എന്നതിന്റെ പരിധിയിൽ പരിഗണിക്കപ്പെടുന്നവ ഏതെല്ലാം? സർക്കാരിന്റെ സർക്കുലർ, കുറിപ്പുകൾ, ഉത്തരവുകൾ, സർക്കാരിന്റെ വിവിധ കരാറുകൾ, ആ പൊതു അധികാരിക്ക് പ്രാപ്യമായ സ്വകാര്യ സ്ഥാപനത്തിലെ രേഖകൾ, ഔദ്യോഗിക ഇമെയിൽ സന്ദേശങ്ങൾ. ആൻസർ എന്താണ് വരിക? 1 മുതൽ 4 വരെയുള്ളവ, അതായത് എല്ലാം എന്നുള്ള അർത്ഥം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന്റെ പരിധിയിൽ താഴെ പറയുന്നവയിൽ ഉപഭോക്താവായി പരിഗണിക്കപ്പെടുന്നവർ ആരെല്ലാം? തവണ വ്യവസ്ഥയിൽ ഒരു ഉൽപ്പന്നം വാങ്ങുന്ന വ്യക്തി, ഉപജീവനത്തിനല്ലാതെ വാണിജ്യ ആവശ്യത്തിനു വേണ്ടി മാത്രം ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന വ്യക്തി,
ഒരു ഉൽപ്പന്നം വാങ്ങിയ വ്യക്തിയുടെ അനുമതിയോടെ പ്രസ്തുത ഉൽപ്പന്നം ഉപയോഗിക്കുന്നയാൾ സൗജന്യ നിരക്കിൽ സേവനങ്ങൾ ലഭിക്കുന്ന വ്യക്തി. ആൻസർ എന്താണ് വരിക? 1ഉം 3ഉം ആണ് കേട്ടോ. അതായത് തവണ വ്യവസ്ഥയിൽ ഒരു ഉൽപ്പന്നം വാങ്ങുന്ന വ്യക്തിയും പിന്നെന്താണ് ഒരു ഉൽപ്പന്നം വാങ്ങിയ വ്യക്തിയുടെ അനുമതിയോടെ പ്രസ്തുത ഉൽപ്പന്നം ഉപയോഗിക്കുന്ന ആളും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2005 ബാലാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള കമ്മീഷനുകൾ ആക്ട് പ്രകാരം താഴെ പറയുന്നവയിൽ ഏതാണ് ബാലാവകാശങ്ങൾ എന്നതിനുള്ള നിർവചനം? ആൻസർ എന്താണ് വരിക? 1989 ബാലാവകാശ ഉടമ്പടികളിൽ അംഗീകരിക്കപ്പെട്ടതും ഇന്ത്യ സ്ഥിരീകരിച്ചതുമായ അവകാശങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗാർഹിക പീഡന നിരോധന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഗാർഹിക പീഡനത്തിന്റെ പരിധിയിൽ വരാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? ശാരീരിക പീഡനം, വൈകാരിക പീഡനം, സാമ്പത്തിക പീഡനം, ലൈംഗിക പീഡനം. എന്താണ് വരിക? എല്ലാ സൂചനകളും പീഡനത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2019 മനുഷ്യാവകാശ സംരക്ഷണ ഭേദഗതി നിയമത്തിലൂടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ പ്രാതിനിധ്യം കൊടുത്തത് താഴെ പറയുന്നവരിൽ ആർക്കാണ്? ആൻസർ എന്താണ്? ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും കൂടുതൽ വേണമെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.